വെള്ളിയാഴ്ചയാണ്, ലീവാണ്, ഹോളിഡേ ആണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു യാത്ര പോവാണ്. പുറത്ത് നല്ല ക്ലൈമറ്റ് ആട്ടോ, മഴയാണ്, മഴ വരുന്നുണ്ട്. ഹിസ്റ്ററിയിൽ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ മഴ വരുന്നത്. മസ്കറ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ വരാറുണ്ട്. മഴ ഓവറായി കഴിഞ്ഞാൽ യാത്രക്കൊരു ബുദ്ധിമുട്ടാണ്. വാദി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുഴകളുണ്ടല്ലോ, ഇവിടെ പുഴകളില്ല. അപ്പോൾ പെയ്ത് കഴിഞ്ഞെങ്കിൽ, നല്ല മഴ പെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ മലമുകളിലെ വെള്ളമൊക്കെ ഒലിച്ച് പെട്ടെന്നായിരിക്കും വരിക. ഈ നാട്ടിൽ പ്രളയമൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ഒലിച്ച് വരും വെള്ളം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് റോഡൊക്കെ ബ്ലോക്കാകും, റോഡിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും ഈ വെള്ളം പോകുന്നത്. അപ്പം നല്ല മഴ പെയ്താൽ പ്രശ്നമാണ്. പക്ഷേ ഈ മഴ കുഴപ്പമില്ല. കുറിയാത്ത് ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര. കുറിയാത്ത് ഡാം വെച്ചാൽ, ഡാം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ല പോലെ തന്നെയാണ്, വെള്ളം തടഞ്ഞ് വെച്ചിട്ടാണുള്ളത് അവിടെ. പക്ഷെ നാട്ടിലെ പോലെ മഴ കൂടുതൽ കിട്ടുന്ന സ്ഥലമൊന്നും അല്ല ഒമാൻ. അപ്പോൾ ഡാമുകളുടെ എണ്ണം കുറവാണ്. പിന്നെ ഇവർക്ക് കറണ്ടിന് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലിപ്പോൾ ഡാമൊക്കെ കറണ്ടിന് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇവർക്ക് ഡാമിൻ്റെ ആവശ്യമില്ല ശരിക്കും, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ള ഡാമുകൾ ഇവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കാണാനായാലും കുറേ ടൂറിസ്റ്റുകളൊക്കെ കാണാൻ വരുന്നൊരു സംഭവമാണ് ഈ ഡാം. യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി പണിക്കര പാർക്കിംഗ് ആയിരിക്കും. പെട്രോൾ ഫുള്ളാക്കി. എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പമ്പുകൾ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് എക്സ്പ്രസ്സിൽ കയറുമ്പോൾ തന്നെ വണ്ടിയിൽ എണ്ണ ഫുള്ളാക്കുന്നതായിരിക്കും നല്ലത്. നമ്മള് ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഡാമിലേക്ക് എത്തും. അപ്പോൾ യാത്ര തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. പക്ഷെ അവിടെ എത്തുമ്പോൾ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രസമുണ്ടാവുള്ളൂ കാണാൻ. ലൈറ്റ് പോയി കഴിഞ്ഞെങ്കിൽ ഡാമിൽ രസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ലൈറ്റ് അങ്ങോട്ടേക്ക് കയറ്റി വിടുമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഡാമിൽ നൈറ്റ് ആയാലും പകലായാലും ആൾക്കാരെ കയറ്റിവിടില്ല. പക്ഷെ ഇവിടെ ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, അതുപോലെ അറിയാൻ പറ്റില്ല. കാണുന്ന വഴികളൊക്കെ മല തുറന്നുണ്ടാക്കിയതാട്ടോ റോഡുകളൊക്കെ. ആരാണ് നമ്മളാണ് പേരെന്താണ്? ഗൾഫാർ മുഹമ്മദ് അലി. ആളാണ് ഇവിടെ മെയിൻ റോഡിൻ്റെ കോൺട്രാക്ടർ. നമ്മുടെ നാട്ടിലെ കോൺട്രാക്ടറൊക്കെ അതുപോലെ കൺസ്ട്രക്ഷൻ്റെ മെയിൻ ആള്. നല്ല കേട്ടാ, നല്ല മഴ വന്നു കഴിഞ്ഞെങ്കിൽ മണ്ണിടിച്ച് കൂടാതിരിക്കാൻ വേണ്ടി സൈഡിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കമ്പിയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. കമ്പി പിന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് സൈഡും. ഇപ്പോൾ എമറാത്ത് മല കയറി കഴിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പിൽ കാണുന്നതാണ് എമറാത്ത് സിറ്റി. ചെറിയ ചെറിയ വെള്ള ഭിത്തികളുണ്ടാവും. നമ്മൾ ഷോപ്പിങ്ങിലാണ്. ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ഇനി എപ്പോഴാ എത്തുക, എവിടെ എത്താന്നൊരു ഐഡിയ ഇല്ല. കിട്ടാത്തോണ്ട് ഞങ്ങളെ ബ്രാൻഡാണ്, തോറ്റതാണ്. അതുകൊണ്ട് പിന്നെ നമ്മളത് ചെറുതായിട്ട് കഴിക്കാനുള്ള സാധനങ്ങൾ എടുക്കുക. ഇത് കളർഫുൾ സാധനമാണ്. ഇത് നമ്മളെ അസിസ്റ്റൻ്റാണ്. ശമ്പളമൊന്നും കൊടുക്കില്ല, ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് പണിയെടുക്കും. യാമങ്ങളിൽ മന്ത്രിയുടെ ഹൃദയഭാഗത്തിലൂടെ മന്ദം കടന്നു പോകുന്ന സ്പൈപ്പറും ടീം. അമ്പലച്ചുപ്പികളായ ബിൽഡിങ്ങും
എവിടുന്ന ആ വാക്ക് കിട്ടുന്നില്ലേ? ആർക്ക്? സന്തോഷത്തോടുള്ളത് ആളെന്ന് ഇറക്കിയ സാധനം. ഞങ്ങളെ ബാബു സാറുണ്ട് മലയാളത്തിന്റെ. ബാബു നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മൾ നേരെയാണല്ലോ. അപ്പൊ നമ്മള് നേരം ബൈക്ക് ബാബുവാണ് പഠിപ്പിച്ചത്. വലിയൊരു മരത്തിന്റെ കഥ പറഞ്ഞപ്പോഴേ അമ്പരച്ചുംബികളായ മരങ്ങൾ ഉള്ള കാടാണ് നിലമ്പൂർ. ഇപ്പത്തൊന്നും പറയാൻ തുടങ്ങിയിട്ടുള്ള സാധനമായി. പക്ഷെ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. എല്ലാരും ഡാം കണ്ട് തിരിച്ചു വരാൻ തുടങ്ങി. നമ്മള് ഇപ്പോഴും ട്രാവലിംഗിലാണ്. സംഭവം നമ്മൾ ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയ സമയം കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് ദൃശ്യങ്ങളൊന്നും കൃത്യമായിട്ട് കാണുന്നില്ല. ഒരു അരമണിക്കൂർ മുമ്പ് എത്തിയിരുന്നെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരുന്നു. ഈ ഡാം നിറഞ്ഞിട്ട് മറിയുന്നൊരു വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര വൈറലായ സംഭവങ്ങളാണ്. ഇവിടുന്ന് നിറഞ്ഞ് മറിയും. നീളുമില്ല. ഇനിയിപ്പോൾ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടാലോ എന്ന് ആലോചിക്കുക. ഇത് ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടി ഇങ്ങനെ മറിയും. ഈ കാണുന്ന പക്ഷേ ഇത്തത്തെ ആയതുകൊണ്ടൊന്നും കാണുന്നില്ല. ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് ഡാം. ഇപ്പോഴത്തെ സൈഡാണ് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പകൽ ദൃശ്യം നമുക്ക് മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യം ഇതിൽ കൂടി ആഡ് ചെയ്തിട്ട് കാണിക്കാവുന്നു.